ഹായ്, ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് അഴീക്കോട് ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ഫിഷിങ് കഴിഞ്ഞതിന് ശേഷമാണ്. രാവിലെ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രോ വന്ന ടൈമിലാണ് നമ്മൾ എടുത്തത്. നമ്മളിപ്പോൾ ഫിഷിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പോയി കാണാം. നമ്മൾ അവസാനം എന്തൊക്കെ മീൻ കിട്ടി, എപ്പോൾ മീൻ കിട്ടി എന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടിട്ട് പോയാൽ. അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന് എത്തിക്കുന്നത് അഴീക്കോട് ബീച്ചിലാണ് കേട്ടോ. നമ്മളൊരു 6:30 മണിയായപ്പോൾ നമ്മളിന്ന് ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബൈറ്റ് ഫിഷിങ്ങിനാണ് വന്നിരിക്കുന്നത്. ചെമ്മീനാണ് നമ്മളിന്ന് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു 2-3 പീസൊക്കെ ആക്കിയിട്ടൊരു മാലച്ചുണ്ടി ഉണ്ടാക്കി അതിന് ഇട്ടാണ് നമ്മളിന്ന് ഫിഷിങ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ കടൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റഫായി കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരടിച്ച് കയറുന്നുണ്ട് മുകളിൽ. കടലിൽ ഇപ്പം കലക്കലുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അങ്ങനെ നമ്മൾ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ഫിഷ് ചെയ്യുന്നത്. പരമാവധി കല്ലിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഫിഷ് ചെയ്യുന്നത്. താഴേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ തിരടിച്ച് നമ്മളൊക്കെ നനച്ചത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിന്നിട്ടാണ് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ 3-4 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആൾക്കാർ നിൽക്കാൻ പറ്റാത്ത പോലെ ആൾക്കാരായി, നിറച്ച ആൾക്കാർ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. നമുക്ക് കിട്ടുന്നത് എന്തിട്ടാണെന്ന് അറിയില്ല. കലക്ക് വെള്ളമായതുകൊണ്ട് എന്തൊക്കെ കിട്ടുന്നതെന്നൊന്നും അറിയില്ല. നോക്കാം നമുക്ക് എന്തൊക്കെ മീനാണ് കിട്ടുന്നത്. മീൻ എന്തായാലും കിട്ടാണ്ടിരിക്കില്ല പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കണം. ആ കഴിച്ച് നമുക്ക് ഒരു സ്ട്രേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ട്രേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തിട്ടാണത് നോക്കാം. മീനുണ്ട് എന്തിട്ടാണെന്ന് നോക്കാം. എന്തിട്ട് ഫിഷുണ്ട് കയറിയില്ല നോക്കാം കഴിച്ച് നോക്കാം. മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തിട്ടാണെന്ന് നമുക്ക് നോക്കാം. കതിരാനാണ്, ചെറിയൊരു സൈസ് കതിരാനാണ്. അധികം വലിപ്പമൊന്നുമില്ല, ചെറിയ സൈസ് കതിരാനാണ്. കുഴപ്പമില്ല. നമുക്ക് ആദ്യത്തെ ഫിഷാണ് കയറിയിട്ടുണ്ട്. ഒരു കതിരാൻ, ചെറിയ സൈസ് ഒരു കതിരാനാണ് കയറിയേക്കണത്. അപ്പോൾ നമുക്കതിന് എന്തായാലും കുക്കിന്ന് ഊരാം. കുക്കിന്ന് ഊരിയിട്ട് നമുക്ക് ബോക്സിലിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ടാണ് കിട്ടാന്നുള്ളത്. കുക്കിന്ന് ഊരിയിട്ട് നമുക്ക് ബോക്സിലാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് കാസ്റ്റ് ചെയ്യാം. എന്നിട്ടാണ് കിട്ടാമെന്ന്, അടുത്ത മീൻ എന്നിട്ടാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യാൻ പോവാണ്. അടുത്ത കാസ്റ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി അടുത്ത മീൻ എന്നിട്ടാണ് കയറണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മീൻ കിട്ടും. നമുക്ക് പാതി വരണം കയറി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ, അപ്പുറത്തുള്ള കൂട്ടുകാരനും പറഞ്ഞും കയറിയിട്ടുണ്ട്. അവന് കുട്ടൻ കോരയാണ് കയറിയത്. അതുപോലെ അപ്പുറത്തുള്ളൊക്കെ മീൻ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മീൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തത് എന്നിട്ട് മീനാണ് അടിക്കുന്നത്. ബോട്ടുകൾ ഇറങ്ങി വരുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മത്സ്യബന്ധനത്തിന് പോണ ബോട്ടുകളാണ്. അവരിപ്പോൾ ഒരുമിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടി ഫിഷിങ്ങിന് പോകുന്ന ടൈമാണെന്ന് തോന്നുന്നുണ്ട്. കായലിൽ നിന്നാണ് കേട്ടോ കായലിൽ നിന്ന് കടലിലേക്ക് കയറുന്ന ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ ഒരുമിച്ച്. ഇതിപ്പോൾ പുളിമുട്ടാണ്. നമ്മുടെ കായലും കടലും കൂടി ഒന്നാണ് സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാ ബോട്ടുകളും കൂടി ഒരുമിച്ച് പോകുന്നുണ്ട് ഫിഷിങ്ങിന്. നല്ല രസമാണ് കേട്ടോ അത് കണ്ടിരിക്കാൻ തന്നെ. നമുക്ക് ഇങ്ങനെ കുറേ വരുന്നുണ്ട് കേട്ടോ. പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കുറേ ബോട്ടുകൾ. എല്ലാവരും കൂടി ഫിഷിങ്ങിന് പോണ ടൈമാണെന്ന് തോന്നുന്നു. നേരം വെളുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ വരിവരായിട്ട് ഇത് അങ്ങ് അകലെയൊക്കെ ഉണ്ട്. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ അറ്റം വരെ നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങനെ കുറേ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചൂണ്ടി എറിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു അടി നമുക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്നിട്ട് മീനാണ്. നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കണം തന്നെ. നമുക്ക് നോക്കാം എന്നിട്ട് മീനുണ്ട്. എന്നിട്ട് മീനാണെന്ന് നോക്കാം. അത് നമുക്ക് കുട്ടൻകോരയാണെന്നാണ് തോന്നുന്നത്. അത് കുട്ടൻകോരയാണ്. വലിയ സൈസൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തീരെ ചെറുതുമല്ല. നമുക്ക് അത്യാവശ്യം ഒരു സൈസ് ഒരു കുട്ടൻകോര കയറിയിട്ടുണ്ട്. ഈ ഒരു സൈസ് കുട്ടൻകോരയാണ് എല്ലാവർക്കും കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ഇടുന്നവർക്കൊക്കെ കയറുന്നത് ഈ ഒരു സൈസിലുള്ളതാണ്. നമ്മൾ വലിയ സൈസ് കുട്ടൻകോരയും കയറാറുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇതിന് കുട്ടൻകോര എന്നൊക്കെ പറഞ്ഞു, പല്ലിക്കോര, കുട്ടൻകോര എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ എന്തെങ്കിലും പേരൊക്കെ പറയണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ കുട്ടൻകോര എന്നാണ് പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്ത സൈസുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഉരുട്ട് നമുക്ക് ബോക്സിലിട്ട് വയ്ക്കാം.
അങ്ങനെ നമുക്ക് അടുത്ത മീനും കയറിയിട്ടുണ്ട്. അതൊന്ന് ബോക്സിലിട്ട് വെച്ചിട്ട് നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അടുത്ത എന്തിട്ട് മീനെ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്ട്രൈക്ക് ഓറിനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വന്നുകൊണ്ടിരിക്കുന്നു, മീനുണ്ട്, നമുക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്നിട്ട് മീനാന്ന്, നമുക്ക് കരയ്ക്ക് എത്തുമ്പോൾ നമുക്ക് നോക്കാം എന്നിട്ട് മീനാന്ന്. ചില മീനുകൾ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിട്ടു പോട്ടോ. അപ്പോൾ അത് നമുക്ക് സങ്കടമാണ്, നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ട് വിട്ടു പോകുമ്പോൾ. അപ്പോൾ കയറിയിട്ടുണ്ട് കുട്ടൻ കോര തന്നെയാണിത്. ഇത് നമുക്ക് കിട്ടിയ അതേ സെയിം വലിപ്പത്തിലുള്ളൊരു കുട്ടൻ കോരയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കുട്ടൻ കോര കൂടിയും കയറിയിട്ടുണ്ട്. നമുക്ക് അതിന് മൂരിയിട്ട് നമുക്ക് ബോക്സിലിടാം. ബോക്സിലിട്ട് നമുക്ക് വീണ്ടും അടുത്ത സ്ട്രൈക്ക് കിട്ടുമോ നോക്കാം. നമ്മളത് കാസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മുടെ കൂട്ടുകാരൻ ഒരു കൂരി അടിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടന് സ്രാവും കുട്ടീനെ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഉടുമ്പ് സ്രാവ്, വള്ളി സ്രാവ് എന്നൊക്കെയാണ് ഇതിനെ പറയണത്. ഒരു ചെറിയൊരു സ്രാവും കുട്ടി അടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ കുറച്ച് മീനൊക്കെ അടിച്ച് കയറി. അതിന് ശേഷം പിന്നെ ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് എല്ലാം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പോളോ റോഡും ട്രിപ്പിൾ ഹൂക്കൊക്കെ കെട്ടി നമ്മൾ നച്ചറനെ പിടിക്കാനുള്ളൊരു പരിപാടി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നച്ചറ കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നച്ചറാൻ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്കല്ല, നമ്മുടെ കൂട്ടുകാരനാണ്. അങ്ങനെ ഫസ്റ്റത്തെ ഒരു നച്ചറ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നച്ചറ കയറുമെന്ന് നോക്കാം. അങ്ങനെ അടുത്ത നച്ചറാവാൻ തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള നച്ചറുകളാണ് കയറുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഒരു നച്ചറപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നച്ചറകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറപ്പറ കൂട്ടത്തോടെ വരുന്ന കാരണം നമുക്ക് വേഗം വേഗം നച്ചറനെ പിടിച്ച് കയറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത നച്ചറനെ പിടിക്കാനുള്ള പരിപാടി നോക്കാം. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കില്ല, അവന് വീണ്ടും അടുത്ത നച്ചറ അടിച്ചിട്ടുണ്ടോ. അതും നമുക്ക് നേരത്തെ കിട്ടിയ അതേ സൈസ് തന്നെയാണ് കേട്ടോ. അത്ര വലുതല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സൈസ് നച്ചറകൾ തന്നെയാണ് കയറുന്നത്. പക്ഷെ ഇതിനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചില്ല എന്നുണ്ടല്ലോ, അതിന് മുള്ളങ്ങനെ നമ്മുടെ കൈമേൻ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം പോക്കാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അവനാൾ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അവനൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ പിടിക്കണം. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മളിവിടെ നിർത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ മീനെ കിട്ടിയെന്ന് കാണാം. ഇതൊന്നും നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. അപ്പോൾ നമ്മൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നല്ല താങ്ക്സ് ഉണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടെ നിൽക്കാം കേട്ടോ.